ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റുശ്ശേരിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ രാധയും അതനുസരിക്കും. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ഹലോ സാമുവൽ. പ്രിയങ്ക, താനിപ്പോ ഫ്രീ ആണോ? അതെ, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നല്ല ഉഗ്രം ബാനറാ. ഹിറ്റുകൾ ഉണ്ടാക്കിയ ഡയറക്ടർ ജഗദീഷ്. പ്രിയങ്ക കേട്ടിട്ടില്ലേ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു തമിഴ് മൂവിയാ. കേരള പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു മൂവിയാ. ഹീറോയിൻ നമ്മുടെ കേരള ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഒരാളായിരിക്കും. അതാണ് അവരുടെ ആകെ ഡിമാൻഡ്. ഞാൻ റെഡിയാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവര് ഫോട്ടോഷൂട്ട് വെച്ചിരിക്കുന്നത് നാളെയാണ്. നാളെ RJ ഓഡിറ്റോറിയത്തിൽ എത്താൻ പറ്റുമോ? ഞാൻ വരാം. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. സെലക്ട് ചെയ്യപ്പെട്ട പിന്നെ കോളിവുഡിലേക്ക് ഒരു എൻട്രി ആയിരിക്കും. അവിടുത്തെ അവസ്ഥയൊക്കെ അറിയാലോ. ഹീറോയിന്റെ പ്രതിഫലം പോലും കോടികളായിരിക്കും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പടം ഹിറ്റാക്കുന്ന കാര്യം ജഗദീഷ് നോക്കിക്കോളും. ഞാൻ ഒരുപാട് അലഞ്ഞതാ സാമുവൽ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ ഒന്നും വെക്കുന്നില്ല. പക്ഷെ ഞാൻ വന്നിരിക്കും. എനിക്ക് ഉയരങ്ങളിൽ എത്തിയേ പറ്റൂ. പ്രിയങ്ക റെഡിയാണെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. അപ്പൊ നാളെ RJ ഓഡിറ്റോറിയം മറക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി. വരുൺ പോലും എന്നെ നോക്കി അസൂയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവണം. എന്റെ നിമിഷങ്ങൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കണം. അതിനെനിക്ക് ഇതിന് പോയേ പറ്റൂ. ഇങ്ങനൊരു കാര്യം അറിഞ്ഞാല് അച്ഛനത് താങ്ങാൻ പറ്റൂ? അച്ഛൻ എന്നെ ശപിക്കില്ലേ? എടുത്ത് വളർത്താൻ തോന്നിയ നിമിഷത്തെ കുറ്റം പറയില്ലേ? ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ജീവിതമുണ്ട്. അത് നമ്മൾ കയ്യെത്തി പിടിച്ചില്ലെങ്കിൽ എന്നും നമ്മൾ ഇങ്ങനെ കരയേണ്ടി വരും. അത് അവസാനിപ്പിക്കണം എന്നാ ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ മോശ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പോവാ. അത് നടത്തി തരണമെന്ന് തന്റെ ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാവണ്ടേ എന്റെ ഭാര്യ?
അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധികയല്ലേ എന്റെ ഭാര്യ? എന്താമേ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ആ രഹസ്യ കച്ചവടം ഒരിക്കലും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇവളുടെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയതെങ്കിൽ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ അമ്മ ആണയിട്. നീ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതുകൊണ്ടോ പത്മിനിയും ഉർവശിയും കൽപ്പനയും ഒന്നിച്ച് ശ്രമിച്ചതുകൊണ്ടോ വരുൺ പ്രിയങ്കയെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവൻ താലി കെട്ടിയ പെണ്ണിനെയല്ലേ അവൻ സ്നേഹിക്കേണ്ടത്? അവളെയല്ലേ സംരക്ഷിക്കേണ്ടത്? കൃഷ്ണ, ആർക്കും ഒരു ദോഷവും വരുത്തല്ലേ. എല്ലാവർക്കും സമാധാനം കൊടുക്കണേ. പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, കണിമംഗലത്തുനിന്നും പ്രിയങ്ക പടിയിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. നിനക്ക് നിന്റെ വളർത്തുമകളെ സന്തോഷിപ്പിക്കണം, അവളെ കൈപിടിച്ചു കൊടുക്കണം. പക്ഷെ കൈപിടിച്ചു കൊടുക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കോ, ദേവനാരായണന്റെ ജീവനാ വില പറയുന്നത്. മുത്തശ്ശി പറഞ്ഞതെല്ലാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ. ആറ്റോശ്ശേരിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ രാധികയും അതനുസരിക്കും. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ.